വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട് അല്ലേ. ഓഗസ്റ്റിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമും വരാനായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, അടുത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ CPO എക്സാംസ് ഡിഗ്രി ലെവൽ സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ടോപ്പിക്ക് വെച്ച് ഫുൾ സിലബസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ SCRT ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. 5, 7, 9 എന്നീ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ SCRT ക്ലാസ്സുകൾ 9ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോപ്യന്മാരുടെ വരവിന് ശേഷം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന നോക്കിയൊക്കെ കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവില്ലേ, യൂറോപ്യന്മാരുടെ സംഭാവന നമുക്ക് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് SCRTയിൽ വരുന്ന പോയിൻറ്റ്സ് നമുക്ക് ഇതിലൂടെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഈ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് എല്ലാ ഒരു പോയിൻറ്റ്സ് നമുക്ക് SCRT പ്ലസ് നമുക്ക് അഡീഷണൽ പോയിൻറ്റ്സ് കൂടെ പഠിച്ചു പോകാം കേട്ടോ. ആദ്യമായിട്ട് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ. യൂറോപ്യന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതിനുശേഷം ഡച്ചുകാർ വന്നു. അതിനുശേഷം ആരാണ് വന്നത്? ബ്രിട്ടീഷുകാർ വന്നു. ലാസ്റ്റാണ് ഫ്രഞ്ചുകാർ വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. ഇനി ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണല്ലേ. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടുനാടകം. അപ്പോൾ ക്രിസ്തീയ കലാരൂപമാണ് ഈ ചവിട്ടുനാടകം. അത് കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽവാരസ് കബ്രാൾ ആണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ആരാണ്? അൽവാരസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? കബ്രാൾ. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ് അല്ലേ. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ്? പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്തീസുകാർ എന്നറിയപ്പെട്ടിരുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരെയാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ്? ഡച്ചുകാരെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്നത് എന്താണ്? പറങ്കികളെന്നും, ഫ്രഞ്ചുകാരെ അറിയപ്പെടുന്നത് പരന്തീസുകാരെന്നും, ഡച്ചുകാരെ അറിയപ്പെടുന്നത് ലന്തക്കാർ എന്നുമാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കോറിയയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കോറിയ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ്? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയത് ഏത് വർഷത്തിലാണ്? 1524 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് 1524. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഏത് പള്ളിയിലാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി ഏതാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? കോറിയാണ് അല്ലേ. ജെയിംസ് കോറിയാണ്. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയത് 1524 അദ്ദേഹത്തെ അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി.
വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് ഏത് വർഷത്തിലാണ്? 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്തിരുന്നത് കൊച്ചിയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ അല്ലെ. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ലിസ്ബണിൽ നിന്നായിരുന്നു. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത്. 1497 അദ്ദേഹം യാത്ര ലിസ്ബണിൽ നിന്നും ആരംഭിക്കുന്നത്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവലാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവലാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കോഴിക്കോടുള്ള കാപ്പാടാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ് കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കാപ്പാട്, കോഴിക്കോട്. വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരെന്തായിരുന്നു? വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരെന്താണ്? സെൻറ്റ് ഗബ്രിയേൽ എന്നാണ് വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര്, സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും ബെറിയ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, ബെറിയ. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയത് കാപ്പാടാണ്, കോഴിക്കോടുള്ള കാപ്പാടാണ്. എന്നാണ് 1498 അദ്ദേഹം വന്നിറങ്ങുന്നത്. വാസ്കോഡ ഗാമ വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സെൻറ്റ് റാഫേൽ, ബെറിയ. വാസ്കോഡ ഗാമ ലിബണിലേക്ക് മടങ്ങിപ്പോയത് 1499. വാസ്കോഡ ഗാമ ലിബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോഡ ഗാമ ലിബണിലേക്ക് മടങ്ങിപ്പോയത് 1499. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗീസിലെ പള്ളി ഏതാണ്? ജെറോണിമസ് കത്തീഡ്രൽ. കൊച്ചിയിലെ പള്ളി പറഞ്ഞു അല്ലേ, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്ത പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോഡ ഗാമ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? കബ്രാളാണ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ അൽവാരസ് കബ്രാൾ. 1500 എത്തുന്നത്. പെഡ അൽവാരസ് കബ്രാളാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഇനി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് നമ്മൾ പറഞ്ഞു 1498 1498 മെയ് 20 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. 1498 മെയ് 20 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ വാസ്കോഡ ഗാമ മൂന്ന് വർഷങ്ങളിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത് കേട്ടോ, പഠിച്ചു വയ്ക്കുക. ആദ്യമായിട്ട് എത്തിയത് 1498 മെയ് 20 രണ്ടാമതായിട്ട് അദ്ദേഹം എത്തിയത് 1502 1502 രണ്ടാമതായിട്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇനി മൂന്നാമതായിട്ടും ഏറ്റവും അവസാനമായിട്ടും ഇന്ത്യയിലേക്ക് എത്തിയത് 1524 അപ്പോൾ ഏതൊക്കെയാണ് 3 വർഷങ്ങൾ? 1498, 1502, 1524 എന്നീ 3 വർഷങ്ങളിലായിട്ടാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ കാലത്താണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. 1556 ഗോവയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിക്കുന്ന പോർച്ചുഗീസുകാർ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതും പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഗോവയിൽ
ഗോവയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിക്കുന്നത് ഗോവയിലായിരുന്നു. 1556 ഇനി കൊച്ചിയിലും വൈപ്പിലും അച്ചടിശാല സ്ഥാപിച്ചത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആരൊക്കെയാണ്? ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് ആദ്യമായിട്ട് മാനുവൽ കോട്ട സ്ഥാപിക്കുന്ന ആരാണ്? യൂറോപ്യന്മാരാണ്. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ്. അതുപോലെ തന്നെ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്ന പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് എന്തെന്ന് പറയുന്നത്? മാനുവൽ കോട്ട. 1503 കൊച്ചിയിലത് സ്ഥാപിക്കുന്നത്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ഏതാണ്? അൽമേഡയുടെ ഉണ്ടോ? നീലജല നയം ആരുടേതാണ്? അൽമേഡയുടെ ആണെന്ന് ചോദിക്കാം. നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ് അല്ലേ. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീലജല നയം അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ മാനുവൽ കോട്ട നമ്മൾ പറഞ്ഞു പണി കഴിപ്പിച്ചത് ആരാണ്? അൽബുക്കർക്കാണെന്ന് പറഞ്ഞു. അതുപോലെ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ആര് തന്നെയാണ്? അൽമേഡ തന്നെയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും ആരാണ്? അൽമേഡയാണ്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കിനെയാണ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും ആരെയാണ്? അൽബുക്കർക്കിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതും അൽബുക്കർക്കിനെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയും കൂടിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും സമൂതിരിയും മില്ല് എന്ന് പറയുന്ന ഒരു സന്ധി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒപ്പിട്ട വർഷം ഏതാണ്? 1513. അപ്പോൾ പോർച്ചുഗീസുകാരും സമൂതിരിയും മിൽസന്ധി ഒപ്പിട്ടത് 1513. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായിട്ട് പൊന്നാനി സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? പോർച്ചുഗീസുകാരും കോഴിക്കോടുള്ള പൊന്നാനി സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? 1540. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായിട്ടുള്ള പൊന്നാനി സന്ധി ഒപ്പിട്ടത് 1540. ഇനി ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്.
പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും ആരാണ്? അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ഏത് വർഷത്തിലാണ്? പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത്. AD 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് എവിടെ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് AD 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മലയാളം കമ്പ്യൂട്ടറൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച ഒരു മലയാളം ചോദ്യങ്ങൾ നമ്മൾ കൂടുതലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് SCERTയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരെ കുറിച്ച് എന്താണ് SCERTയിലെ പോയിന്റ്സ് നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 5ലെയും 7ലെയും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ SCERT ക്ലാസ്സുകൾ. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ ഇക്കൊല്ലം തൊട്ട് പുതിയ ഒരു സിലബസ് ആണല്ലേ, പുതിയ CERT ആണ്, വ്യത്യാസമുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. എന്ത് കാരണമാണ് യൂറോപ്യന്മാർ വരാൻ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടോ പറയുന്നത്? നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ തുർക്കികൾ എന്ത് സംഭവിക്കുകയാണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കില്ലേ. അപ്പോൾ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്താണ്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്തുവാനായിട്ട് അവർ ശ്രമിക്കുന്നത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഇനി പോർച്ചുഗലിൽ നിന്നും കോഴിക്കോട്ടേക്ക് 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ച് പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്നും കച്ചവടത്തിനായി എത്തിയ വാസ്കോ ഡ ഗാമയും സംഘവുമായിരുന്നു അത്. നമ്മൾ പറഞ്ഞു വാസ്കോ ഡ ഗാമ 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഏതിലായിരുന്നു, ഏത് ബോട്ടിലാണ് സഞ്ചരിച്ചിരുന്നതെന്നും അതുപോലെ തന്നെ ബാക്കി വന്ന 3 കപ്പലുകളുടെ പേര് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ അദ്ദേഹം എത്തിയിട്ടോ. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അപ്പോൾ സാമൂതിരി രാജാവാണ് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്. ആ ഒരു സമയത്ത് സാമൂതിരി രാജാവ് എന്ത് ചെയ്തില്ല? വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങളൊന്നും ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം കണ്ണൂരിലെത്താണ്. അവിടെ നിന്നും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എന്താ പറയുന്നത്? അങ്ങനെ ആവശ്യമുള്ള വിഭവങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോകാണ്. കണ്ണൂരാണ് പിന്നീട് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂരാണ് എത്തുന്നത് അല്ലേ. അങ്ങനെ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം എത്ര ഇരട്ടിയാണ് പഠിച്ചു വയ്ക്കുക? 60 ഇരട്ടിയോളം അദ്ദേഹം വന്ന യാത്രയ്ക്ക് ചെലവായ തുകയേക്കാളും 60 ഇരട്ടിയിലെ 60 മടങ്ങിന് ഇതായിട്ടാണ് അവർക്ക് കൂടുതലായിട്ട് എന്ത് ലഭിക്കുന്നത്? ലാഭം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയ്ക്കും അദ്ദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ വിറ്റിട്ട് ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 60 ഇരട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, വാസ്കോ ഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ, ദാമൻ ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെയൊക്കെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവയും ദാമൻ ദിയുമായിരുന്നു. ഗോവ, ദാമൻ ദിയു.
തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറ കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കോട്ടപ്പുറം കോട്ട. അതുപോലെ തന്നെ സെന്റ് ആഞ്ചലോ കോട്ട എവിടെയാണ്? കണ്ണൂരാണ് അല്ലേ? കണ്ണൂരാണ് സെന്റ് ആഞ്ചലോ കോട്ട. നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറ കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് എന്താണ്? പറങ്കികൾ എന്നാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നത് ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്ന ആരാണ്? പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് വന്നതിൻ്റെ ഫലമായാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും ആരുടെ ഫലമാണ്? പോർച്ചുഗീസ് വന്നതിൻ്റെ ഫലമായാണ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കുവാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുന്നത്? ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിന് കാരണങ്ങൾ എന്തായിരുന്നു? മറ്റു യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കുവാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളും അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെന്റ് ആഞ്ചലോ കോട്ടയുടെ പിക്ചർ നമുക്ക് നൽകിയിട്ടുണ്ട്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു. ചോദിക്കാറ് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് അല്ലെ കുഞ്ഞാലി മരയ്ക്കാന്മാർ. ആരാണ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാന്മാർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് നോക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ്? 1602 ഡച്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. 1602 ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയിട്ടായിരുന്നു കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസൂലിപട്ടണം. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഏതാണ്? മസൂലിപട്ടണമാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണമാണ്. 1605 അത് സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിയാണ് മസൂലിപട്ടണം. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നത്. ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറിയാണ് ഇന്ത്യയിലെ മസൂലിപട്ടണം 1605 സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചതും ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നറിയപ്പെടുന്നത്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗത്തെ എന്നറിയപ്പെടുന്നു പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നറിയപ്പെടുന്നു. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നറിയപ്പെടുന്നു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ഏത് വർഷമാണ്? ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ്. ഇനി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കിയ വർഷം ഏതാണ്? ഡച്ചുകാർ നമ്മൾ പറഞ്ഞു അല്ലേ, ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വർഷം ചോദിക്കുകയാണെങ്കിൽ 1658 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ഏത് വർഷം? 1663 ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗത്തെയാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്.
ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യയാണ്. ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഇന്തോനേഷ്യയാണ്. ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതാണ്? ഇന്തോനേഷ്യ. ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ്? ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ്? 1616 ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ആരാണ്? ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ കേട്ടോ. ക്രിസ്ത്യൻ നാലാമനാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ആരാണ്? ക്രിസ്ത്യൻ നാലാമൻ. അപ്പോൾ ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. ഡാനിഷ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ ഏതൊക്കെയാണ്? ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ ഏതൊക്കെയാണ്? സെറാംപൂർ, ട്രാൻക്യൂബാർ. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സെറാംപൂർ, ട്രാൻക്യൂബാർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് 1620. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് 1620. 1848 ഡെൻമാർക്കുകാരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഫ്രഞ്ചുകാർ ബ്രിട്ടന് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് 1620. 1848 ഡെൻമാർക്കുകാരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ആർക്ക് വിറ്റു? ഫ്രഞ്ചുകാർ ബ്രിട്ടന് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. പ്രസിയായിട്ട് നോക്കാം. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമാണ് ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അതായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയും കൊല്ലവുമാണ്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡാണ്. അപ്പോൾ നമുക്കറിയാം ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ആ പുസ്തകം തയ്യാറാക്കാനായിട്ട് മുൻകൈയെടുത്ത ആരാണ്? ഡച്ചുകാരനായ വാൻ റീഡാണ്. ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം. മലയാളിയായ E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ആരുടെ സഹായത്തോടെയാണ്? മലയാളിയായിട്ടുള്ള E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി തയ്യാറാക്കിയത് അല്ലേ. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 കുളച്ചയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. അപ്പോൾ അങ്ങനെ 1741 കുളച്ചിൽ യുദ്ധം നടക്കാറ്. പഠിച്ചു വയ്ക്കുക. 1741 കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അങ്ങനെ ഡച്ചുകാർ തോൽക്കാനല്ലേ, കുളച്ചിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടാണ്. അതോടെയാണ് ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകുന്നത്. ഇനി ഡച്ചുകാർ എന്താണ് വിളിക്കുന്നത്? ലന്തക്കാർ എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. ഡച്ചുകാരിൽ ലന്തക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. നെക്സ്റ്റ് വന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് പിന്നെ വന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമ്മൊരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ നമ്മൊരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ കുറിച്ച് കുറച്ചധികം ഉള്ള കാരണം ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇനി ഫ്രഞ്ചുകാരാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്കോയി മാർട്ടിൻ ആണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ ഏതൊക്കെയാണ്? സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, അതുപോലെ തന്നെ പോണ്ടിച്ചേരി അല്ലേ, എന്നിവയൊക്കെയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ. അപ്പോൾ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. 1868 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികളാണ് സൂറത്ത്, മസൂലിപട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി.
ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് SCERT-യിൽ പറയുന്നതാണ്. മാഹി, കാരക്കൽ, യാനം, അതുപോലെ തന്നെ ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ഫ്രഞ്ചുകാരുടെ പ്രധാന താവളങ്ങൾ ഏതൊക്കെയാണ്? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഇനി കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ്. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? മാഹിയിലാണ്. മയ്യഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മാഹിയിലാണ് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന ഏതാണ്? മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന ഏതാണ്? മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന ഏതാണ്? മയ്യഴിപ്പുഴയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല ഫ്രഞ്ചുകാരെ കുറിച്ച് കേട്ടോ. ഇനി ഒരു വാണ്ടിവാഷ് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു ഈ വാണ്ടിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, വാണ്ടിവാഷ് യുദ്ധമാണ് നടന്നത്. 1760-ലാണ് ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത്. എന്നാണ്? 1760-ലാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയായിരുന്നു പാരീസ് ഉടമ്പടി എന്നാണ്? 1763-ലാണ് അല്ലേ. ചോദിക്കാറുണ്ടല്ലോ പാരീസ് ഉടമ്പടി എന്നാണ്? 1763-ലാണ് പാരീസ് ഉടമ്പടി. വാണ്ടിവാഷ് യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ സന്ധിയായിരുന്നു ഈ പാരീസ് ഉടമ്പടി. ഇനി ഈ വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ ആരാണ്? കൗണ്ട് ഡി ലാലിയാണ് കേട്ടോ. കൗണ്ട് ഡി ലാലിയാണ് ഈ വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപൻ. ആരാണ്? കൗണ്ട് ഡി ലാലി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600-ൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അപ്പോൾ എവിടത്തെയാണെന്ന് പറയുന്നത് ഏത് കമ്പനിയുടെയാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഗുജറാത്തിലെ സൂറത്തായിരുന്നു. മദ്രാസ്, ചെന്നൈ, കൽക്കത്ത, കൊൽക്കത്ത, ബോംബെ, മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇംഗ്ലീഷുകാർ. മദ്രാസ്, ചെന്നൈയിൽ, കൽക്കത്ത, ഇന്നത്തെ കൊൽക്കത്ത, ഇതുപോലെ ഇന്നത്തെ മുംബൈയിലൊക്കെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. 1664-ൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664-ലാണ്. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, പുതുച്ചേരിയിൽ ഇന്നത്തെ പുതുച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഏതൊക്കെയായിരുന്നു? മാഹി, പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവയായിരുന്നു പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. നമ്മൾ പറഞ്ഞു യാനം എന്നൊക്കെ പറയുന്നത് ചന്ദ്രനഗറൊക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്. നമ്മുടെ SCERT-ൽ മൂന്ന് സ്ഥലങ്ങളാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ച് വയ്ക്കുക കേട്ടോ. ഏതൊക്കെയാണ് ഇത് പറയുന്നത്? പോണ്ടിച്ചേരി, മാഹിയും കാരക്കലും. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയായിരുന്നു. പോണ്ടിച്ചേരിയായിരുന്നു. അപ്പോൾ നമുക്കൊരു പിക്ചറിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, പോണ്ടിച്ചേരി, കാരക്കൽ, അതുപോലെ തന്നെ മാഹിയിലൊക്കെയാണ് ഇവരുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നു. ഇനി കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. അവർ തമ്മിൽ നടത്തിയ മത്സരങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന മത്സരങ്ങളെയാണ് ഇന്ന് വിളിക്കുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു അല്ലേ. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. അതിനുശേഷം കർണാടിക് യുദ്ധങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളെ കർണാടിക് യുദ്ധങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അതേ ഫ്രഞ്ചുകാർ പരാജയപ്പെടാണ്. അങ്ങനെ ആര് വരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരാണ്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് തന്നെ അതായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ് കാണാം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.